നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, മറ്റൊന്ന് വിധിക്കുന്നു, കിട്ടുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ജീവിത നാടകം എന്ന് പറഞ്ഞൊരു നാടകത്തിൽ നമ്മുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച്, നമ്മുടെ റോൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ഇതെല്ലാം നിശ്ചയിക്കുന്നത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെയൊക്കെ സ്പിരിച്വൽ ഫാദറായ പരമാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. റിമോട്ട് ഇരിക്കുന്ന അവിടെയാണ്. അദ്ദേഹം പറയുന്ന റോളുകൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ആ റോള് മനോഹരമായിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഞാൻ ജയശ്രീ ശ്യാംലാൽ, അധ്യാപികയാണ്, എഴുത്തുകാരിയുമാണ്. എൻ്റെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധവി, ഷേക്സ്പിയറിലൂടെ ഒരു യാത്ര, മിറിയം, ടാഗോർ, വീരുകൾ തേടി. ഭീഷ്മറിന് വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി നിന്ന സാഹചര്യം എന്താണെന്ന് പറയാം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ശന്തനു സത്യവതി ദമ്പതികൾക്ക് 2 പുത്രന്മാർ ജനിക്കുന്നു, വിചിത്രവീരനും ചിത്രാംഗതനും. ചിത്രാംഗതൻ ചെറുപ്പത്തിലേ മരിക്കുന്നു. ഹസ്തിനപുരത്തെ രാജാവായി, യുവരാജാവായി വിചിത്രവീരൻ സ്ഥാനമേറ്റെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ഭീഷ്മറായിരുന്നു. വിചിത്രവീരന് വിവാഹ സമയമായപ്പോൾ കാശി രാജ്യത്തെ രാജകുമാരിമാരുടെ സ്വയംവരം ഭീഷ്മർ അറിയുന്നു. കാശി രാജ്യത്ത് പോയി 3 രാജകുമാരിമാരെയും, അംബ, അംബിക, അംബാലിക, 3 പേരെയും വിചിത്രവീരന് വേണ്ടി സ്വയംവരം ചെയ്ത് കൊണ്ടുവരുന്നു. വീട്ടിൽ വന്നപ്പോൾ അംബ പറയുന്നു, എന്നെ തിരിച്ചു വിട്ടയക്കണം, കാരണം ശെൽവരാജകുമാരനുമായി ഞാൻ പ്രണയത്തിലാണ്, ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണം എന്നവൾ ഭീഷ്മരോട് യാചിച്ചു. ഭീഷ്മർ അംബയെ തിരിച്ചയച്ചു. അംബികയും അംബാലികയും വിചിത്രവീരൻ്റെ പത്നിമാരായി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ശെൽവരാജകുമാരന് അംബയുടെ ചാരിത്രത്തിൽ സംശയം തോന്നി. ഒരുത്തൻ സ്വയംവരം ചെയ്ത് കൊണ്ടുപോയിട്ട് മടങ്ങി വരുന്നവളെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അംബ ശെൽവരാജകുമാരൻ്റെ അടുത്ത് നിന്ന് നേരെ കൊട്ടാരത്തിലേക്ക് വന്നു. കാരണം വിവാഹം ചെയ്ത് കഴിഞ്ഞയച്ചാൽ പിന്നെ പെൺകുട്ടികൾക്ക് പിതാവിൻ്റെ വീട്ടിലും സ്ഥാനമില്ല. പക്ഷേ ഭീഷ്മർക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധ്യമല്ലായിരുന്നു. അദ്ദേഹം പണ്ട് ചെയ്ത ശപഥത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവൾ കെഞ്ചി പറഞ്ഞു, എനിക്കൊരു ജീവിതം തരൂ, ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. എന്തൊക്കെ പറഞ്ഞിട്ടും ഭീഷ്മർ കുലുങ്ങിയില്ല. അവൾ നേരെ പലരെ കൊണ്ടും പറയിപ്പിക്കാനും സ്വാധീനിപ്പിക്കാനും ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. അവൾ നേരെ പരശുരാമൻ്റെ അടുത്ത് ചെന്നു. പരശുരാമൻ സന്ധി സംഭാഷണത്തിന് ഭീഷ്മരോട് സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടും കരക്കെടുത്തില്ല. അവസാനം യുദ്ധം പ്രഖ്യാപിച്ചു. 2 പേരും തമ്മിൽ യുദ്ധം ചെയ്തു. 23 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ആരും ജയിച്ചുമില്ല തോറ്റുമില്ല. കാരണം അവതാര പുരുഷനായ പരശുരാമനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇച്ഛാമൃത്യു എന്ന വരം സിദ്ധിച്ച ഭീഷ്മരെയും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അദ്ദേഹം മരിക്കണമെങ്കിൽ അദ്ദേഹം വിചാരിക്കണം, അതാണ് ഇച്ഛാമൃത്യു. പ്രതികാര ദുർഗയായ അംബ അവിടെ നിന്നുകൊണ്ട് ഉരുകുന്ന മനസ്സോടെ, നീറുന്ന ഹൃദയത്തോടെ ശപിച്ചു, ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങളുടെ മരണം, അതായത് ഭീഷ്മരുടെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന്. അടുത്ത ജന്മത്തിൽ അംബ ശിഖണ്ഡിയായി പുനർജന്മം എടുക്കുകയും ഭീഷ്മരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തത് ഈ ശപഥത്തിൻ്റെ കാരണത്താലാണെന്നാണ് മഹാഭാരത കഥ പറയുന്നത്. അംബികയുടെയും അംബാലികയുടെയും ഭർത്താവായ വിചിത്രവീരന് ഹസ്തിനപുരത്തിനൊരു അവകാശിയെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ അദ്ദേഹം അകാല മൃത്യു അടഞ്ഞു. ഇനി ഹസ്തിനപുരത്തെ യുവരാജാവ് ആര്, ഹസ്തിനപുരത്തിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യത്തിനു മുമ്പിൽ സത്യവതിക്കും ഭീഷ്മർക്കും ഉത്തരം മുട്ടി. എന്തു ചെയ്യും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹാഭാരത കഥ ഇന്നും ഇപ്പോഴും 3700 വർഷങ്ങൾക്ക് പിൻപ് എഴുതിയ ഒരു ഐതിഹ്യമാണെങ്കിലും ഇപ്പോഴും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അവതരണത്തിലുള്ള പുതുമ തന്നെയാണ്. അത് എക്കാലവും ആ പുതുമ നിലനിൽക്കുകയും ചെയ്യും, മങ്ങാതെ. ഈ ഇടയ്ക്കിടയ്ക്ക് മൂലകർത്താവായ വ്യാസൻ തന്നെ കഥാപാത്രമായിട്ട് അരങ്ങേറും. നിർണായക ഘട്ടങ്ങളിൽ പലപ്പോഴും വ്യാസൻ ഒരു കഥാപാത്രമാകാറുണ്ട്. ഇപ്രാവശ്യം ഹസ്തിനപുരത്തൊരു രാജാവിനെ വേണം. ഭീഷ്മറാണെങ്കിൽ ഒരു തരത്തിലും വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നുമില്ല. സത്യവതി ആ സന്ദർഭത്തിൽ ഭീഷ്മരോട് അവൾ അതുവരെ ഒളിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം പറയുന്നു. അവൾക്ക്
പരാശര മുനിയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന സത്യം. അന്ന് സത്യവതി അറിയപ്പെട്ടിരുന്നത് മത്സ്യകന്യക എന്നായിരുന്നു. മത്സ്യകന്യക എന്നറിയപ്പെട്ടിരുന്ന അതിസുന്ദരിയായ സത്യവതിയിൽ പരാശര മുനിക്ക് പ്രണയം തോന്നുകയും അങ്ങനെ അവിഹിതമായ ഉണ്ടായ ഒരു കുഞ്ഞാണ് വ്യാസൻ. പക്ഷെ അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. കാരണം സമൂഹത്തെ ഭയന്ന് സത്യവതിക്ക് ആ കുഞ്ഞിനെ വളർത്താനോ നോക്കാനോ സാഹചര്യം അനുവദിക്കുമായിരുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് എപ്പോൾ എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നോ അപ്പോൾ എന്നെ മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ മതി, ഞാൻ വരാം എന്ന് മകനായ വ്യാസൻ വാക്ക് കൊടുത്തിരുന്നു. സത്യവതിക്ക് ഇങ്ങനൊരു പുത്രൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ ഭീഷ്മർക്ക് സന്തോഷം തോന്നി. കാരണം അനന്തരാവകാശിക്കൊരാളായല്ലോ. വ്യാസനെ വിളിപ്പിക്കാൻ ഉത്തരവിട്ടു. സത്യത്തിൽ സത്യവതി ശന്തനു ദമ്പതികളിൽ ഉണ്ടാകുന്ന മകനെ തന്നെ രാജാവാക്കണമെന്ന് വാശി പിടിച്ച സത്യവതിയുടെ പിതാവ്, തൻ്റെ കൊച്ചുമക്കളെയും രാജാവാക്കണമെന്ന് വാശി പിടിച്ച ആ പിതാവ്, അദ്ദേഹത്തിൻ്റെ വാശി ഇപ്പോൾ എന്തായി? ശന്തനു സത്യവതി ദമ്പതിമാരുടെ വിചിത്രവീരനും കൂടെ മരണപ്പെട്ടതോടുകൂടി ആ പരമ്പരയാണ് അവസാനിച്ചിരിക്കുന്നത്. വിചിത്രവീരന് വേണ്ടി സ്വയംവരം ചെയ്തു കൊണ്ടുവന്ന അംബ, അംബിക, അംബാലിക ഇവരുടെ ഭാവി എന്തായി? അംബയെ ഭീഷ്മർ വിവാഹം കഴിക്കാൻ, കാരണം അവൾക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല, അനാഥയായിട്ട് നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഒരു മനസ്സ് കാണിച്ചിരുന്നു എങ്കിൽ ഹസ്തിനപുരത്തിൻ്റെ ഭാവി മറ്റൊന്നാകുമായിരുന്നു. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന്, നടക്കുന്നതൊന്ന്. ഭീഷ്മർ ആരെങ്കിലും വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എത്രയോ വിലപ്പെട്ട ജീവനുകളെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവാമി യുഗേ യുഗേ. എന്തായാലും വ്യാസൻ ഹസ്തിനപുരത്തേക്ക് വരുന്നു. അംബികയിലും അംബാലികയിലും ഓരോ പുത്രന്മാർ ജനിക്കുന്നു. ആ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും സ്നേഹം, നന്ദി.